അപ്പോൾ നമ്മളൊന്ന് കഴിച്ചുകൊണ്ടൊക്കെ വന്നിക്കാണ്. നമ്മളെ കുട്ടിയുണ്ട്, നമ്മളവിടെ തോട്ടൊക്കെ വന്നിക്കുന്നത്. ഈ കാണുന്ന തോടാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൈദയാണ്, മൈദ. പിന്നെ നമ്മളെ മണ്ണിരണ്ട് ഇതിൽ. അപ്പോൾ രണ്ട് സാധനം എടുത്തേക്കണു. കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നോക്കാം. ഈ ഇവിടെ നമ്മൾ ചൂണ്ടലിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂണ്ടുന്ന സ്ഥലം ഇതാണ്, ഈ കാണുന്ന സ്ഥലം. ഇവിടെ കെട്ടാണ്, ഒരു പാലാണ്. വെള്ളം കൂടിയാണ്, ചീർപ്പൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മളുണ്ട്. അതാ ഫസ്റ്റ് തന്നെ ഒരു പരല് വന്നു. അതാ നമുക്ക് കിട്ടിയ പരലൊക്കെ അറിയാൻ പറ്റില്ലല്ലോ, ഫസ്റ്റിലെ ക്യാച്ചാണ് അതാ സാധനം. അപ്പം നമുക്ക് ഇതിനെ കുപ്പിക്കിടാം. ഫസ്റ്റത്തെ ക്യാച്ച് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ക്യാച്ചാണ്, രണ്ടാമത്തെ പരല്. നമ്മുടെ നാട്ടിൽ വെളുമ്പാട്ടിപ്പരൽ എന്ന് അറിയുന്നത് സാധനം. വെളുമ്പപ്പരൽ അറിയും. അടുത്ത സ്പോട്ടൊക്കെ നിൽക്കുകയാണ്. നമ്മൾ പഴയ സ്ഥലത്തൊന്നും കിട്ടിയില്ല. ഇതൊരു പാടാണ്. ഇവിടെ കണ്ടാൽ അനാബസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടോ കണ്ടോല എന്നുള്ള അറിയാലോ. ഇങ്ങനെ പുഴയിൽ നിന്നൊക്കെ കയറിയാണ്ട് മീൻ കുട്ടികളെ ഇങ്ങോട്ട് കരയത്തേക്ക് കയറിയിരിക്കണം. ചെറിയ കുട്ടികളെ ഇതാണ് കാണുന്നത്. കണ്ടോ, പുഴയൊക്കെ ഫുള്ളായിക്കണം. പുഴയൊക്കെ കരയത്തേക്ക് കയറി. ചെറിയ മീൻ കുട്ടികളെ നമ്മൾ പുഴക്കൊന്നും ഇപ്പോൾ കരല്ല. ചൂണ്ടലിടാനൊന്നും പോകാൻ പറ്റാത്തൊരു കോലത്തിലാണ്. ചെറിയ പരലും കുട്ടികളെ ഒക്കെ പുഴയാണ്. ഫുള്ളായിട്ട് ഉറവായി, വെള്ളം കയറി മേലക്ക് ഒക്കെ പരലും കുട്ടികൾ കൂടുകയാണ്. ഇതാ കോലം. ഇവിടെ ഒന്നും ഇടാൻ പറ്റില്ലടാ. എവിടുക്ക ചളിക്ക് പോണ്. ഇങ്ങോട്ട് വരാൻ പറ്റൂല. പോരെ ആ കാല് ക്ലിയർ ആയിക്കളാ. വള്ളത്തിന് തയ്ക്കണ്ടേ. എന്താ ഗുണം, തീരെ കവുങ്ങുന്തോട്ടാണ്. നമ്മളെ വയ്യാണ്. അവിടുന്ന് കയറി ഇവിടേക്കെത്തി. കുറച്ചും കൂടി കഴിഞ്ഞാൽ മേലേക്കെത്തും. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റില്ല. കണ്ടമാനം കുപ്പികളും വന്നടിഞ്ഞ് വെള്ളമാണ് ഈ കാണുന്നത്. ഇതൊക്കെ എൻ്റെ എത്രയോ അടിയിലാണ് സംഭവം നമ്മൾ ചൂണ്ടിട്ടിരുന്നത്. ഇവിടെയൊക്കെ നല്ല ടൈമിൽ വരികയാണെന്നുണ്ടെങ്കിൽ വെയിലെ സമയത്ത് വന്നാലേ ചേറാനോ കണ്ണനോ എല്ലാ സംഗതികളും ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ കൂടി. സംഭവം നോക്കി നോക്കാം. ഏതാനും വന്നാലേ പുക പോരണ്ടോ. ഇവിടെ കരല്ലടാ, നമുക്ക് ഇടാൻ പറ്റൂല. ചെങ്ങന്മാരെന്താ കോലം. ചൂണ്ടലിടാനൊരു കോലമല്ല, ഒരു രക്ഷയില്ല, കരല്ല. ആ കാണാൻ വാഴത്തോട്ടം കൊണ്ട് ആ നേരെ അടിയിൽ നമ്മൾ പോയിട്ടുണ്ട്. ആ അടിയിലെ കാണാൻ പുല്ലുണ്ടല്ലോ, ഉള്ളിൽ കൂടി ആ പുല്ല് കാണുന്നു.
അവിടെ പോയി നമ്മൾ ഇട്ടിയത് ഒരു രക്ഷയില്ല. ഇതാണ് കോലം. ഇതാണ് നമ്മളെ പുഴ. അങ്ങേ തലക്ക കിടക്കണ അതാണ്. ആ തലക്ക കിടക്കണതാണ് ഇപ്പോൾ. അത് അവിടേക്ക് എത്തി. വെള്ളം അവിടെ കിടക്കുന്നത് നമ്മളെ കാലിൻ്റെ ഓട്ടിൽ. എടാ അവിടെ ഒന്നും ഇടാൻ പറ്റില്ല, ഇതൊക്കെ അരയണേ.